വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിപ്റ്റോ കറൻസി അതുപോലെ തന്നെ എങ്ങനെ ഒരു ക്രിപ്റ്റോ വാലറ്റ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ വെബ്3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് സ്മാർട്ട് കോൺട്രാക്റ്റ്. ഓക്കെ, ഒരു ഡിജിറ്റൽ കോൺട്രാക്റ്റ് ആണ് ആക്ച്വലി ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു ബ്ലോക്ക് ചെയിനിൽ എക്സിക്യൂട്ട് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിലൂടെ മനസ്സിലാക്കാം. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് സ്മാർട്ട് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് പഠിക്കാം. ഒരു വ്യക്തി ഒരു ഫോൺ വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവർ ആദ്യം പോയി നോക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആയിരിക്കും. അതായത് ആമസോണോ ഫ്ലിപ്കാർട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന്. അപ്പോൾ ഇവർ ഈ ഒരു ആമസോണിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഒരു ഫോണ് അല്ലെങ്കിൽ ആപ്പിൾ എന്നുള്ളൊരു കമ്പനിയുടെ ഐഫോണാണ് അവർ വാങ്ങുന്നത് വിചാരിക്കുക. അപ്പോൾ ഇതിന് ശരിക്കും ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ കമ്പനി ആമസോണിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആമസോണിലൂടെയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഈ ഫോണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. കാര്യം വ്യക്തമല്ലേ? അതായത് ഒരാൾക്ക് ഒരു ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ അയാളത് ആമസോണിലൂടെ വാങ്ങുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പിലൂടെ വാങ്ങുകയാണെങ്കിൽ പോലും ആ ഷോപ്പൊക്കെ ഇവിടെ ഒരു ഇൻ്റർമീഡിയേറ്ററി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതായത് ഒരു ഇടനിലക്കാരനായിട്ട് ആക്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഈ ആമസോണിൻ്റെ ഒരു കേസ് നമ്മൾ വീണ്ടുമായിട്ട് പറയുകയാണെങ്കിൽ ഈ ആമസോണിലൂടെ ഈ വ്യക്തി ഫോൺ വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പം ഈ വ്യക്തി ക്യാഷ് കൊടുക്കുന്ന ആർക്കായിരിക്കും? നമ്മുടെ ആമസോണിനായിരിക്കും. ക്ലിയർ? നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിലൂടെ കാര്യം വ്യക്തമായിരിക്കും. ആ ആമസോൺ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റിൻ്റെ ക്യാഷ് ആ കമ്പനിക്ക് കൊടുക്കും. ഓക്കെ, ആ ഒരു ക്യാഷ് ഫ്ലോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. വ്യക്തിയിൽ നിന്ന് ആമസോണിലേക്ക്, ആമസോണിൽ നിന്ന് കമ്പനിയിലേക്ക് ഫണ്ട് പോകുന്ന ഒരു രീതി. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ വ്യക്തമല്ലേ? ഇതാണ് ഒരു ട്രഡീഷണൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇടനിലക്കാരൻ്റെ സഹായത്തോട് കൂടിയിട്ട് പൈസൻ്റെ കൈമാറ്റം അവിടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പം നാട്ടിലുള്ള ഏതൊരു കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക. ഈവൻ നമ്മളൊരു കിലോ പഞ്ചസാര വാങ്ങുകയെന്ന് വിചാരിക്കാം, അതൊരിക്കലും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നിടത്തു നിന്നല്ല വാങ്ങിക്കുന്നത്, മറിച്ച് എന്താണ്, ഒരു പീടികയിൽ പോയിട്ട് ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ഷോപ്പുകാർ അവരുടെ ഒരു ചെറിയൊരു ലാഭം എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമുക്കത് തരിക. അപ്പം ഏതൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ ഒരു ഇടനിലക്കാരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. ഒരു ബ്രോക്കറായിട്ട് നമ്മളൊക്കെ ഒരു കണക്കൂട്ടുള്ള ബ്രോക്കർമാർ, എന്തെങ്കിലും സ്ഥലം വിൽക്കാൻ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ ബ്രോക്കർമാർ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ എല്ലാ മേഖലയിലും ഒരു ബ്രോക്കർ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. അതാണ് ട്രഡീഷണൽ കോൺട്രാക്റ്റ്. ഓക്കെ, പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഈ കമ്പനി അവർ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ പ്രോഡക്റ്റിന് ഇതേപോലെ റിട്ടേൺ വരികയാണ് അല്ലേ. ഇപ്പോൾ ഒരു ആപ്പിളിൻ്റെ ഫോണാണ് വാങ്ങുന്നതെങ്കിൽ ഈ ആപ്പിളിൻ്റെ ഫോണ് ആമസോണിലേക്ക് കമ്പനി കൊടുക്കും. എന്നിട്ട് ഈ ആമസോൺ അതിനെന്ത് ചെയ്യും? ആ വ്യക്തിക്ക് കൈമാറ്റം നടത്തും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആമസോണ് ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് കൂട്ടർക്കും ഒരു ഇൻ്റർമീഡിയേറ്ററി അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുകയാണ് രണ്ട് കൂട്ടരുടെ ഇടയിലും. ഓക്കെ, അതായത് ആ കമ്പനിയിൽ നിന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങാനും അതേപോലെ ആ കമ്പനിയിലേക്ക് പൈസ എത്തിക്കാനും അതേപോലെ തന്നെ ആ വ്യക്തിയിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ആ വ്യക്തിയിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാനും വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആമസോൺ ഒരു ഇടനിലക്കാരനായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്മാർട്ട് കോൺട്രാക്ട് സിസ്റ്റത്തിലേക്ക് വരുമ്പം, അതായത് ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമാണ് ഈ പറഞ്ഞ സ്മാർട്ട് കോൺട്രാക്ട്. ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം എവിടെ നടക്കുകയുള്ളൂ? അത് നമ്മുടെ വെബ്3 നടക്കുകയുള്ളൂ. അപ്പം വെബ്3 അത് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് കോൺട്രാക്റ്റിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിപ്റ്റോ കറൻസി ആയിരിക്കണം. നമ്മുടെ ഫിയറ്റ് കറൻസി നമുക്ക് ഒരിക്കലും ഇവിടെ യൂസ് ചെയ്യാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, മേ ബി വന്നേക്കാം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ CBDC കറൻസികളൊക്കെ അതിലേക്ക് വന്ന് ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുള്ള ഫിയറ്റ് കറൻസികളേക്ക് ബാക്ക് ചെയ്തിട്ടൊക്കെ വരുന്ന കറൻസികളായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു ക്രിപ്റ്റോ കറൻസിനെയാണ്. ഓക്കെ, അപ്പോൾ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൽ നമുക്ക് എന്ത് സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം അല്ലെങ്കിൽ വാങ്ങുമ്പോൾ വിൽക്കുമ്പോൾ എന്ത് കാര്യങ്ങൾ ഇടനിലക്കാരൻ്റെ സഹായത്തോടെ ചെയ്യുമ്പം അവിടെ ഒരു ഫണ്ടിൻ്റെ ഒരു ട്രാൻസാക്ഷൻ സ്വാഭാവികമായിട്ടും സംഭവിക്കുമല്ലോ. ഓക്കെ, അപ്പം അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്രിപ്റ്റോ കറൻസിനെ യൂസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇടനിലക്കാരന് ഇല്ലാതെ കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇടനിലക്കാരന് ഇല്ലാതെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിന് പകരം ഒരു കോഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഒരു കോഡ് സെറ്റ് ചെയ്ത് വെക്കണം. ആ കോഡിൽ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളായിരിക്കും. അതായത് ഒന്ന് വിൽക്കുന്നയാളുടെ സൈഡിലുള്ള കാര്യങ്ങളും മറ്റേത് വാങ്ങുന്നയാളുടെ സൈഡിലുള്ള കാര്യം. ഇതിൻ്റെ ഇടയിൽ ഈ കൈമാറ്റം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇടനിലക്കാരൻ ചെയ്യുന്നത്. അതിവിടെ ഉണ്ടാവില്ല. മറിച്ച് ഈ രണ്ട് പേർക്കിടയിലുള്ള ഒരു കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിൽക്കാൻ തയ്യാറാവുകയാണെങ്കിലും ഇപ്പം ഇഫ് ആൻഡ് ദെൻ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇഫ് യു ആർ നിങ്ങൾ വാങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ എങ്കിൽ ഓക്കെ, പിന്നെ ദെൻ ആ ഒരു അർത്ഥത്തിലാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ദെൻ ഞാൻ അതിനുള്ള ക്യാഷ് തരാം.
ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള ക്യാഷ് തരും, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് തരും. ഓക്കെ, ഇങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഒരാൾ ഒരു ഓർഡർ പോലെ ഒരു കോൺട്രാക്റ്റ് കോൾ അവിടെ പ്ലേസ് ചെയ്യാണ്. അയാളുടെ ആ ഒരു കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യം എന്താണ്? ഞാൻ വാങ്ങാൻ തയ്യാറാണ്. ഓക്കെ, ഞാൻ ക്രിപ്റ്റോ കറൻസി കൊടുത്തിട്ട് ഈ ഒരു കോൺട്രാക്റ്റ്, അപ്പം ഈ ഒരു കോൺട്രാക്റ്റ് ക്രിപ്റ്റോ കറൻസി കൊടുത്തിട്ട് ചെയ്യുമ്പം ആ ഒരു കറൻസി റൺ ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ബ്ലോക്ക് ചെയിൻ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഇനീഷ്യേഷൻ എടുത്തിട്ട് ആ പ്രോസസ്സ് ത്രൂ ഔട്ട് റൺ ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഒരാൾ അവിടെ വരുന്നില്ല, പകരം ആ ആൾക്ക് പകരം അവിടെ ഒരു പ്രീ സെറ്റ് ചെയ്ത് വെച്ചൊരു കോഡായിരിക്കും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം. അപ്പോൾ ഒരാൾ ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ഡായ് എന്നുള്ളൊരു ക്രിപ്റ്റോ കറൻസിനെയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഡായ് എന്നുള്ളൊരു ക്രിപ്റ്റോ കറൻസി നമുക്കറിയാം, അത് പോളിഗൺ ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ഒരു സ്റ്റേബിൾ കോയിനാണ്. ഓക്കെ, US$ വാല്യൂ എന്താണോ അതേ വാല്യൂവിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും ഈ ഡായ്ക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ ഫോൺ വാങ്ങുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഡായ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പോളിഗണിൻ്റെ അണ്ടറിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കൊടുക്കാൻ ഞാൻ തയ്യാറാവുന്ന ഒരു റിക്വസ്റ്റഡ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് കോൾ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറൊരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫോൺ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളും കൊടുക്കുകയാണ്, സ്മാർട്ട് കോൺട്രാക്റ്റ് കോളും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം അവിടെ എക്സിക്യൂഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് അതെന്താവും, ആ രണ്ട് സ്മാർട്ട് കോൺട്രാക്റ്റ് കോളും രണ്ട് റിക്വസ്റ്റുകളും അവിടെ ഒരേ ടൈമിൽ എക്സിക്യൂട്ട് ആവുമ്പം ആ ഒരു ഇടപാട് അവിടെ എന്ത് ക്ലോസ് ആയിട്ട് മാറും. ഓക്കെ, അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പോൾ ഈ സകല കാര്യങ്ങളെയും പിന്നെ കൈകാര്യം ചെയ്യുന്ന ആരായിരിക്കും? ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ആയിരിക്കും. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ കാണുന്ന ഈ ഒരു പിക്ചറിൽ വ്യക്തമായിരിക്കും. ഇപ്പം ഞാനൊരു എക്സാമ്പിളിനാണ് ഈ ഒരു കാര്യങ്ങൾ ഒന്നും കൂടെ വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ തന്നെ പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, രണ്ട് സൈഡിലായിട്ട് ഒരു വ്യക്തി ഉണ്ടാവും, അതേപോലെ നമ്മുടെ ആപ്പിൾ എന്നുള്ള കമ്പനി ഉണ്ടാവും. സോ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഈ വ്യക്തി യൂസ് ചെയ്യുന്ന ഡിവൈസിൽ നിന്ന് ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് പോവുകയാണ് പോളിഗൺ ബ്ലോക്ക് ചെയിനിലേക്ക്. ഞാൻ ഡായ് കൊടുത്തിട്ട്, കാരണം അവരുടെ കയ്യിൽ എന്താണ്, ക്രിപ്റ്റോ കറൻസി ആണുള്ളത്. ഓക്കെ, ഒരു ഫോണിൻ്റെ വാല്യൂവിന് ഇക്വലൻ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള ഡായ് ആണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അവർ ആ ഡായ് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, എന്ത്, ഈ ഒരു ഫോൺ വാങ്ങാൻ ഞാൻ ഇത്ര ഡായ് തരാം. ഓക്കെ, അപ്പം ആ കോഡായിരിക്കും അതിലുണ്ടായിരിക്കുക. ഓക്കെ, ഈ രീതിയിലുള്ള ഒരു എക്സിക്യൂഷൻ കോഡായിരിക്കും അതിലുണ്ടായിരിക്കുക. പിന്നെ അടുത്തൊരു ഈ കമ്പനി കൊടുക്കുന്ന ഒരു കാര്യം എന്താണ്, ഈ കമ്പനി പറയാണ് എങ്കിൽ ഞാൻ എന്ത് തരാം, ഈ ഒരു പ്രോഡക്റ്റ് തരാം, അതും ഈ ബ്ലോക്ക് ചെയിനിലേക്കായിരിക്കും അതിൻ്റെ റിക്വസ്റ്റ് പോവാം. എന്നിട്ടോ ഈ ബ്ലോക്ക് ചെയിൻ ആയിരിക്കും ഈ കാര്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് അവിടുത്തെ ആ ഒരു ഇടപാട് ക്ലോസ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ബ്ലോക്ക് ചെയിൻ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ബ്ലോക്ക് ചെയിൻ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. ബ്ലോക്ക് ചെയിൻ കൺട്രോളിങ് നടക്കുന്നത് നമ്മളുടെ എല്ലാ നോഡിലും കൂടെയാണ്. ഓക്കെ, അപ്പം ഒരു സിംഗിൾ അതോറിറ്റി ഒരിക്കലും ഇവിടെ ഒരു ഇടനിലക്കാരനായിട്ട് മാറുന്നില്ല, പകരം ബ്ലോക്ക് ചെയിൻ ആണ് ഇതിൻ്റെ ഒരു ഇടനിലക്കാരനായിട്ട് മാറുന്നത്. അപ്പം ഇവിടെ ഒരിക്കലും ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് ഒരു നിലക്കും പോസിബിൾ അല്ല എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു സംവിധാനം. അതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇത്രയൊന്നും ഡീപ്പായിട്ട് ഇതിനുള്ളിലേക്ക് ഇറങ്ങിയിട്ട് പറയാൻ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇത്ര സിമ്പിളായിട്ട് മനസ്സിലാക്കണില്ല. ഓട്ടോമാറ്റിക് ആയിട്ടാണ് ആ ഒരു കോൺട്രാക്ട് കോളാണ് നടക്കുകയില്ല. രണ്ട് പാർട്ടികളെ ഉണ്ടാവുള്ളൂ, ഒന്ന് വിൽക്കുന്ന ആളുടെ സൈഡ്, ഒന്ന് വാങ്ങുന്ന ആളുടെ സൈഡ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു കോള് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് എക്സിക്യൂഷൻ സംഭവിക്കും. ഓക്കെ, ഇനി ഒന്നുകൂടെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പിക്ചർ വൈസ് ഒന്നുകൂടെ എങ്ങനെയാണ് സംഭവിക്കുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇപ്പം ഒരു ജെയിംസ് എന്നുള്ളൊരു വ്യക്തി ഒലിവർ എന്നുള്ള വ്യക്തിക്ക് കുറച്ച് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പം ഇവിടെ ഈ ഒരു ജെയിംസ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയിനിലേക്ക് ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ബ്ലോക്ക് ചെയിനിലൂടെ. എന്നിട്ടും ആ ട്രാൻസാക്ഷൻ ആ ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. ഈ ബ്ലോക്ക് ചെയിനിലൂടെ ഇത് റെക്കോർഡിംഗ് നടന്നു കഴിഞ്ഞു ആ നെറ്റ്വർക്കിലുള്ള എല്ലാവരുടെ ഡിവൈസിലേക്കും ഈ ഒരു ട്രാൻസാക്ഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പോകും. എന്നിട്ടോ ആ ട്രാൻസാക്ഷൻ്റെ ഒരു അപ്രൂവേഷൻ ആയിരിക്കും പിന്നീട് സംഭവിക്കുക. അതെല്ലാ ഡിവൈസിലും ഈക്വലായിട്ട് കൊടുക്കും. എന്നിട്ട് വാലറ്റ് ഈ ഒരു പ്രോസസ്സിന് ഇനീഷ്യേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഒലിവറിൻ്റെ ഫോണിലേക്ക് ഈ ഫണ്ടിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അങ്ങനെ ഒലിവറിൻ്റെ ഫോണിലേക്ക് ഈ ഫണ്ട് എത്തും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ സകല ഉള്ളിൽ നടക്കുന്ന ഇൻറ്റേർണൽ പ്രോസസ്സിന് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ബ്ലോക്ക് ചെയിൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഒരു തരത്തിലും ഇവിടെ ബാധിക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ ഇനി ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ നമ്മളൊക്കെ ഇനി മനസ്സിലാക്കേണ്ടത്, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇനി ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് സിസ്റ്റം നിലവിൽ പ്രാവർത്തികമായിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടായിരിക്കില്ല. ഈവൻ വോട്ടിംഗ് സംവിധാനം പോലും സ്മാർട്ട് കോൺട്രാക്റ്റ് ത്രൂ പോയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരിക്കലും ഒരു നിലക്കും ഒരു ഫ്രോഡ് പരിപാടി അവിടെ പോസിബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
ഓക്കെ. എന്തായാലും അത്രമാത്രം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബ്ലോക്ക് ചെയിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഈ സ്മാർട്ട് കോൺട്രാക്റ്റ് കോളിലൂടെ നമുക്ക് ഭാവിയിൽ കാണാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കാം. എന്തായാലും വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോസസ് ത്രൂ ആണ് എല്ലാ വെബ്3 പ്രോജക്റ്റുകളും റൺ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അത് ട്രസ്റ്റ് വാലറ്റുകളുടെയും മറ്റുള്ള എല്ലാ ക്രിപ്റ്റോ വാലറ്റുകളുടെ അല്ലെങ്കിൽ മറ്റ് വെബ്3 വാലറ്റുകളിലൊക്കെ ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് മെത്തേഡ് ത്രൂ ആയിരിക്കും അവിടെ സകല ട്രാൻസാക്ഷൻസും എന്ത് കാര്യങ്ങളും അതിലൂടെ റൺ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒരു തരത്തിലും നമ്മളുടെ ഈ ഒരു ഇടപാടിലും ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസാക്ഷൻ ആയാലും എന്ത് ഇടപാടായാലും അത് അത്രമാത്രം സേഫ് ആയിട്ടുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കാരണം ഒരു കോഡ് പ്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ആ കോഡ് ത്രൂ ആയിരിക്കും ആ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുക. അതുകൊണ്ട് തന്നെ ആ കോഡ് വൺസ് ബ്ലോക്ക് ചെയിനിലേക്ക് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു തിരുത്തൽ അതിൽ പോസിബിൾ ആയിട്ടില്ല എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ കാരണം കൊണ്ട് തന്നെ ഒരു നിലക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് കോളിനെ അവിടെ ബ്ലോക്ക് ചെയ്യാനോ ലോക്ക് ചെയ്യാനോ ഹാക്ക് ചെയ്യാനോ ഒന്നിനും പോസിബിൾ ആയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. നമ്മൾ വളരെ ബേസിക് ആയിട്ട് വെബ്3നെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു വെബ്3 ബിസിനസ് ഉണ്ട്. ആ ബിസിനസ് ത്രൂ ഔട്ട് റൺ ചെയ്യുന്നതും ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് മെത്തേഡ് ത്രൂ ആണ് പോകുന്നത്. ഓക്കെ. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സെറ്റ് ആയിക്കൊണ്ട് തന്നെ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് പിന്നീട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആ ബിസിനസ് എന്താണ് അതിൻ്റെ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.